ഫാഷൻ്റെ ബിസിനസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു പർച്ചേസിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ഓരോരുത്തരും ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, ക്ലോത്തിങ് ബിസിനസ്സിൽ, അപ്പാരൽസ് ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണത് ഇന്ന പ്ലേസിൽ നിന്നായിരിക്കണമെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. അതായത് നമ്മൾ ഇപ്പോൾ വാങ്ങിക്കാനിരിക്കുന്ന മെറ്റീരിയലുകളായിക്കോട്ടെ, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളായിക്കോട്ടെ, അതൊക്കെ പല ലൊക്കേഷനുകളിലാണ് നല്ല നല്ല വസ്ത്രങ്ങൾ ഇരിക്കുന്നത്. അതൊക്കെ എവിടെയാണ് നല്ല ഐറ്റംസ് ഉള്ളത്, നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ, നമുക്ക് അനുയോജ്യമായ തരത്തിലുള്ള വസ്ത്രങ്ങൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ പ്ലേസിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ആ റിസോഴ്സസ് കണ്ടെത്തുന്നതിലാണ് നമ്മുടെ വിജയം. അതിപ്പോൾ ഒരാൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കില്ല, കാരണം അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓരോ വെൻഡേഴ്സും അവർ പറഞ്ഞു കൊടുക്കില്ല ഇന്ന സ്ഥലത്താണ് നമുക്ക് ഇന്ന ഐറ്റംസ് കിട്ടണേ എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ജേർണിയിൽ ഞാൻ കഴിഞ്ഞ ഈ സമയത്ത് ജൂലൈ മാസത്തിൽ മുംബൈയിൽ പോയി. ബോംബെക്ക് പോയപ്പോൾ അവിടെ പർച്ചേസിങ്ങിന് പോയപ്പോൾ ഭയങ്കര മഴയായിരുന്നു, അതിശക്തമായ മഴയായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന ഐറ്റംസ് എവിടെയാണ് കിട്ടുന്നതെന്നുള്ള കാര്യം അറിയില്ല. ഞാൻ ബോംബെ പർച്ചേസിങ് ആദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. അപ്പോൾ ബോംബെ പർച്ചേസിങ്ങിന് പോയപ്പോൾ മഴ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ മഴ. എവിടെ പോകണം, എങ്ങനെ പോകണം എന്നറിയില്ല. ഓട്ടോറിക്ഷ വിളിച്ചും, അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രെയിൻ കയറിയിട്ടാണ് നമുക്ക് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ശരിക്കും നടന്ന് നമ്മൾ മടുക്കും. കാരണം അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയണം ഇന്ന സ്ഥലത്ത് ഇന്ന സെന്ററുകളിൽ ഇതുപോലെയുള്ള നമുക്ക് ആവശ്യപ്പെട്ട ഐറ്റംസ് ഇരിപ്പുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് ആരെങ്കിലും ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു വെൻഡേഴ്സിനെ അല്ലെങ്കിൽ ഒരു സപ്ലൈസിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരു പ്രാവശ്യം നമുക്ക് പോയി നല്ലൊരു സപ്ലയറെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റും കൂടെ എത്തും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ അതിന്റെ വീഡിയോ ഇതിന്റെ കൂടെ ചേർക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്, എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോരുത്തരും വസ്ത്രങ്ങളൊക്കെ പല ഹോൾസെയിൽ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള വസ്ത്രവ്യാപാര ആളുകളുടെയൊക്കെ എന്താ പറയുക, ഒരുപാട് ബണ്ടിലുകൾ ഇങ്ങനെ കെട്ടായിട്ട് ലോട്ടായിട്ട് കിടക്കുന്നത് ഞാൻ കാണാനിടയായി. അപ്പോൾ അത്രയും ഒരു നമ്മൾ സാധാരണയായിട്ട് ഒരു വ്യക്തി പോയിട്ട് പർച്ചേസിങ്ങിന് പോയി കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഒരു സപ്ലയറെ കണ്ടുപിടിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ഏതൊക്കെ വസ്ത്രങ്ങളാണ് എന്ന സ്ഥലത്താണ് ഇരിക്കണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വിശാലമായ മാർക്കറ്റാണ്. ബോംബെ മാർക്കറ്റൊക്കെ വിശാലമായ മാർക്കറ്റാണ്. അപ്പോൾ അവിടെയൊക്കെ ഏത് സ്ഥലത്താണ് നമുക്ക് ആവശ്യപ്പെട്ട വസ്ത്രങ്ങൾ ഇരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ പ്ലേസ് ഒക്കെ കണ്ടുപിടിച്ചാൽ മാത്രമേ പെട്ടെന്ന് പോയിട്ട് പർച്ചേസിങ് എല്ലാം നടത്തിയിട്ട് പോരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കുർത്തീസൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ ആ കുർത്തീസൊക്കെ കിട്ടുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയലാണ് നിങ്ങൾ ഉപയോഗിക്കണം. സ്റ്റിച്ചിങ് ചെയ്യാനായിട്ടാണ് റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിൽ ഏതൊക്കെ ലൊക്കേഷനിൽ, അതാണ് ഇപ്പോൾ ജയ്പൂര്, അങ്ങനെ അഹമ്മദാബാദ്, സൂററ്റ്, ജയ്പൂര് ആ സ്ഥലത്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ റണ്ണിങ് മെറ്റീരിയലുകളൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്ന സ്ഥലം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പർച്ചേസിങ്ങിനായിട്ട് പോകുമ്പോൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സമയവും നമ്മുടെ പൈസയും ഒരുപാട് നഷ്ടം വരും. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് നല്ല കുർത്തികളൊക്കെ ഇരിക്കണ കാണുമ്പോൾ നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് എല്ലാം അത് സിങ്ക് ആവില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. ഇത്ര ക്യാഷിന് നമ്മൾ ഇത്ര റണ്ണിങ് മെറ്റീരിയൽ എടുക്കണം, അല്ലെങ്കിൽ ഇത്ര ക്യാഷിന് ഇന്ന റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എടുക്കണം, അങ്ങനെ ഒരു കാൽക്കുലേഷനോട് കൂടിയായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ നമുക്ക് ഈ വസ്ത്രവ്യാപാരം, നമ്മൾ വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ, മാർക്കറ്റിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, എത്രയൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും നമ്മൾ എന്ത് സാധനമാണോ വാങ്ങിക്കാൻ പോയിട്ടുള്ളത്, എന്ത് പ്രോഡക്റ്റാണ് നമ്മൾ വാങ്ങിക്കാൻ പോയിട്ടുള്ളത്, അത് മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് എല്ലാം താളം തെറ്റും. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു എന്താ പറയുക, നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒക്കെ തരുന്ന സപ്ലൈസിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാരണം നമ്മൾ ചെക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ചെക്ക് കൊടുത്തിട്ട് നമുക്ക് സാധനം പ്രോഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെയൊക്കെ തരാൻ പറ്റുന്ന സപ്ലൈസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ് വസ്ത്ര വ്യാപാര മേഖലയിൽ.
അപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടുകാർ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് കൃത്യമായ ഒരു ബഡ്ജറ്റ് നമ്മൾ എന്നാണ് പർച്ചേസ് ചെയ്യാൻ പോകണം, അതായത് ഫെസ്റ്റിവൽ സീസണിന് മുന്നമായിരിക്കും നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഓണം വരുന്ന ഓണത്തിനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന സ്ഥലത്ത് നമ്മൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കണത് എന്ന് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് പ്ലാനോടുകൂടി തന്നെ പോകാനായിട്ട് തീരുമാനിക്കുക. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഒരു ലൊക്കേഷനിലാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ലൊക്കേഷൻ നമുക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണോ അതെന്ന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ആ സ്ഥലത്തോട്ട് പർച്ചേസിങ്ങിന് പോകാനായിട്ട്. ഇത്രയാണ് ഇന്ന് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ എൻ്റെ ബോംബെക്ക് പോയ കുറച്ച് വീഡിയോസ് ഞാൻ അതിൻ്റെ കൂടെ വീഡിയോസ് ഞാൻ ഇടാം കേട്ടോ. നിങ്ങൾ കാണുക എത്രമാത്രം ഒരു വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ വസ്ത്രങ്ങളൊക്കെ കുറേയും നമുക്ക് ഇങ്ങോട്ട് കയറി വരുന്നത്. നിങ്ങളത് കണ്ടു നോക്കുക. കാണാത്തവരാണെങ്കിൽ അതൊരു പുതിയ അനുഭവമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി. എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കാം. ഓക്കെ, താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ബോംബെയിലെ ദാദറിലുള്ള ഒരു ക്ലോത്ത് മാർക്കറ്റിലാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ധാരാളം റണ്ണിങ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഓരോരോ ഷോപ്പുകളാണ്. ദാദർ സ്ട്രീറ്റിലുള്ള കുറേ ഷോപ്പുകളാണ് ഇതെല്ലാം. കുർത്തീസിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഇതൊക്കെ ഓരോരോ ഷോപ്പുകളാണ്. ദാദർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബോംബെയിലെ ദാദർ സ്ട്രീറ്റിലുള്ള കുറേ ഷോപ്പുകളാണ് ഇതെല്ലാം. ഞങ്ങളുടെ ഒരു ദിവസത്തെ കുറച്ച് ദിവസത്തെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഷോപ്പുകൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം സാരിയുടെ ഷോപ്പുകളാണ്. ഇങ്ങനെ ഇതിൻ്റെ ഫുള്ള് ഓരോ സൈഡിലും ഒത്തിരി ഷോപ്പുകൾ ഇങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ നടന്നെത്തി തീരില്ല, അത്രയ്ക്കും കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്.